ഇത് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത്. മമ്പുറം തങ്ങന്മാരുടെ മമ്പുറം മഖാം ഷെരീഫും ഹജൂർ കച്ചേരിയും കളിയാട്ട മഹോത്സവവും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവും കടലുണ്ടി വള്ളിക്കുന്ന് കണ്ടൽക്കാടുകളും തിരൂരങ്ങാടിയുടെ ഭാഗമാണ്. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ത്രിതല ജനാധിപത്യ ഭരണത്തിന്റെ വികസന സംരംഭങ്ങൾ വളരെ പ്രധാനമാണ്. മലപ്പുറം ജില്ലാ MPKBY ഏജന്റുമാരുടെ ജില്ലാ കൂട്ടായ്മ 2026 മെയ് മാസത്തിൽ നടക്കുകയാണ്. ഈ രംഗത്ത് സാമൂഹ്യ വികസനത്തിന്റെ പുതിയ മുഖമാണ് MPKBY അഥവാ RD മഹിളാ പ്രധാന ഏജന്റുമാർ. നാടിന്റെ സാമ്പത്തിക വികസനവും വ്യക്തിയുടെ വികാസവും അതിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതിക്ക് എത്രയോ വിജയകഥകളാണ് പറയുവാനുള്ളത്. നമസ്കാരം, ഞാൻ ശോഭാ പ്രഭാകരൻ. കഴിഞ്ഞ 38 വർഷമായി RD മഹിളാ പ്രധാന ഏജൻ്റായിട്ട് ജോലി ചെയ്യാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസമുള്ളൊരു മേഖലയായിരുന്നു. ചെറിയ 20 രൂപയുടെ അക്കൗണ്ട്, 10 രൂപയുടെ അക്കൗണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു കളക്ഷൻ കിട്ടിയിരുന്നത്. അതും ഒരു വീട് കഴിഞ്ഞാൽ കുറേ ദൂരം പോയിട്ടാണ് അടുത്ത വീട്. ഇടവഴികളും തോടുകളും ഒക്കെ മഴയും വെയിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടായിരുന്നു ഏജൻറ്റുമാർ, ഞാനടക്കമുള്ള ഏജൻറ്റുമാർ ഈ ജോലി ചെയ്തിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായി, ഒരുപാട് സൗകര്യങ്ങളായി. പോസ്റ്റ് ഓഫീസിലാണെങ്കിലും പൈസ അടയ്ക്കാനൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു. അന്നത്തെ 10 രൂപയുടെ അക്കൗണ്ടാണ് ഇന്ന് 10,000 ഉറുപ്പ്യയായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ 50 രൂപയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ 5,000 രൂപയായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റ അക്കൗണ്ട് നമുക്ക് 20,000 ഒക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഈ ജോലി എത്രയോ ഒരു മാറ്റം വന്നു, ഒരുപാട് മെച്ചങ്ങൾ വന്നു. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന 2 മേഖലകൾ, ഒന്ന് അംഗനവാടിയും ഒന്ന് മഹിളാ പ്രധാന ഏജൻറ്റുമാർ. ഇതാണ് MPKBY ഏജൻസ് എന്ന് പറഞ്ഞാൽ വെറും മഹിളാ പ്രധാന ഏജൻസ് സ്ത്രീകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം, ഒരാൾക്കൊരു എന്തെങ്കിലും ഒന്ന് നമുക്ക് സഹായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ആരോടും ചോദിക്കാണ്ട് നമുക്കൊരു വരുമാനം ഉള്ളത് കൊണ്ട് ഒരുപാട് എന്താ പറയുക, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനാണ്. ഒരു സ്ത്രീനെ സംബന്ധിച്ചോളം അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എനിക്കത് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ആ കാര്യം നമുക്ക് എന്തിനും ആരോടും ചോദിക്കേണ്ട, നമ്മുടെ വരുമാനം. ഇപ്പോൾ ജോലിയാണെങ്കിൽ ഇന്ന് നമുക്ക് പോകാൻ എന്തെങ്കിലും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം പോവാം, നാളെ പോവാം, പോസ്റ്റ് ഓഫീസിൽ ആ സമയത്ത് അടച്ചാൽ മതി. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങളുടെ നമ്മുടെ ഈ ഏജൻസി പ്രവർത്തനം. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം നമുക്ക് കുറേയൊക്കെ ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജോലിയുടെ ഒരു പ്രധാന കണ്ടൻസ്, അല്ലെങ്കിൽ ഒരു പ്രധാന ലക്ഷ്യം, ഒരു പ്രധാന നേട്ടം എന്താ വെച്ചാൽ ആ വീട്ടുകാരുമായിട്ട് നമ്മൾ നിരന്തരം എല്ലാ മാസവും സമ്പർക്കം പുലർത്തുക. അപ്പോൾ അവരുടെ വിശ്വാസം നമുക്ക്, അവരുടെ ആ ഒരു നമ്മൾ ചെല്ലും, 5-ാം തീയതി ഇന്ന ആൾ വരും, 10-ാം തീയതി ഇന്ന ആൾ വരും, ആ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടിരിക്കുക, ആ പറഞ്ഞ സമയത്തിന് നമുക്ക് പോയി, വല്ലപ്പോഴൊക്കെ നമുക്കതിന് മാറ്റങ്ങൾ വരുള്ളൂ. അപ്പോൾ അത് ആളുകളുടെ ആ ഒരു വിശ്വാസം ഈ ഏജൻസി പ്രവർത്തനത്തിൽ
വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു 38 വർഷത്തെ എൻ്റെ ഈ ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ 18,000-ൽ കൂടുതൽ ഏജൻറ്റുമാരുണ്ടായിരുന്നു. 18,000-ൽ എന്ന സ്ഥാനത്ത് ഇപ്പോൾ 9,000 സംതിങ് ഒക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ 1000-നടുത്ത് ഏജൻറ്റുമാരുണ്ടായിരുന്നത് 600 സംതിങ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇതിൻ്റെ ഒരു ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം കഴിഞ്ഞ 14 വർഷമായിട്ട് പുതിയ ഏജൻറ്റുമാരെ വയ്ക്കണില്ല. അതായത് ഞങ്ങളോട് കൂടി ഈ ഏജൻസി പ്രവർത്തനം ഇപ്പോൾ ഈ ബാഗും തൂക്കി പോകുന്ന കൊടയും പിടിച്ചു പോകുന്ന നമ്മളൊരു 1 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഊടുവഴിയായാലും പാലത്തിൻ്റെ സൈഡിലായാലും പാടത്തിൻ്റെ വരമ്പത്ത് കൂടി ആയാലും ഈ പോണതിൽ ഒരു ബാഗും തൂക്കി ഒരു കൊടയും പിടിച്ച് ഒരു ഏജൻറ്റ് നടന്നു പോകുന്നുണ്ടാവും. അത് അന്യം നിന്ന് പോകാനുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം പുതിയ നിയമനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമസ്കാരം, എൻ്റെ പേര് കല്യാണി എന്നാണ്. ഞാൻ 1980-ൽ ഏജൻ്റ് ആയതാണ്. അന്ന് മുതൽ 5 രൂപൻ്റെ അക്കൗണ്ടായിരുന്നു ചേർത്തിയത്. അന്ന് പിന്നെ 10 രൂപയായി, 20 രൂപയായി, പിന്നെ 100, 200 അങ്ങനെയൊക്കെ ആയി വലിയ സംഖ്യകളായി. എല്ലാ കൊല്ലം ഓരോ പൈസകൾ എനിക്ക് സമ്മാനം കിട്ടലിൻ്റെ മലപ്പുറത്തുനിന്ന്. പിന്നെ ഇപ്പൊക്കെ 5,000-ൻ്റെയും 10,000-ൻ്റെയും 20,000-ൻ്റെ ഒക്കെ അക്കൗണ്ട് വലിയ അക്കൗണ്ട് ചേർത്തണുള്ളൂ. ചെറുതൊന്നും അങ്ങനെ ചേർത്തണില്ല. പിന്നെ ഇതുകൊണ്ട് എനിക്ക് കുറേ സമ്പാദ്യങ്ങളുണ്ടായി. പിന്നെ ജനങ്ങളോടുള്ള ഒരു നല്ലൊരു മതിപ്പുണ്ടായി. എല്ലാ ജനങ്ങളും എന്നോട് സന്തോഷമാണ്. ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലും ബ്ലോക്കിലൊക്കെ നല്ല സ്വീകരണമാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരെ ഇതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അക്കൗണ്ട് പിടിക്കാനും ഇത്രയും ഉയരങ്ങളിൽ എത്താനും എനിക്ക് കഴിഞ്ഞത്. നമസ്കാരം. 45 വർഷമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്നൊക്കെ കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം അതൊരു നല്ലൊരു ജോലിയായി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിച്ചു വരുന്നത്. നമസ്കാരം, ഞാൻ ലത. എൻ്റെ വീട് തിരൂരാണ്. പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ചെമ്മാട്ടയ്ക്കാണ്. ഞാൻ 2003 മുതൽ തിരൂരങ്ങാടി പോസ്റ്റ് ഓഫീസിൽ MPKBY ഏജൻ്റായി പ്രവർത്തിക്കുന്നു. ഈ ഏജൻസി പ്രവർത്തനം കൊണ്ടാണ് ഞാൻ വീട് വെച്ചു, മകളെ പഠിപ്പിച്ചു. നമസ്കാരം, എൻ്റെ പേര് കല്യാണി പി. 2 കല്യാണിമാരുണ്ട് ഇവിടെ, ഒരു കെ കല്യാണി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പി കല്യാണി എന്ന് പറഞ്ഞത്. 1981-ലാണ് ഞാൻ ഏജൻ്റായത്, സെപ്റ്റംബർ മാസത്തിൽ. അന്ന് സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാത്തൊരു കാലമായിരുന്നു. അതുപോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. 4 കിലോമീറ്റർ നടന്നിട്ട് വേണം ബസ് കിട്ടണമെങ്കിൽ. ഇപ്പോൾ ബ്ലോക്കിലേക്കൊക്കെ മീറ്റിങ്ങിന് വരണമെങ്കിൽ കുറേ നടന്നിട്ട് വേണം ബസ് കയറി വരാൻ. പിന്നെ 5 രൂപേൻ്റെയും 10 രൂപേൻ്റെയും മാത്രം അക്കൗണ്ടുകളായിരുന്നു അന്നൊക്കെ കിട്ടിയിരുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു 5 കൊല്ലം വരെ വളരെ കുറവായിരുന്നു കളക്ഷൻ. ഞങ്ങൾ ഓഫീസർ ഏജൻസി എന്നാൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഏജൻസി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല ഏജൻറ്റുമാരും 90% ഏജൻറ്റുമാരും ഈ ജോലി കൊണ്ടാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് നിഷ. മലപ്പുറം ജില്ല MPKBY ഏജൻറ്റിൻ്റെ ജില്ലാതല സംഗമത്തിൽ തിരൂരങ്ങാടി ബ്ലോക്കിൻ്റെ കൺവീനറായ എനിക്കും കൂടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരിമാരുടെ ഈ കൂട്ടായ്മയിൽ എൻ്റെയും തിരൂരങ്ങാടി ബ്ലോക്കിൻ്റെയും വക എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് സുമ. ഞാൻ 30 വർഷത്തോളമായി ഏജൻ്റായിട്ട്. ഞാൻ ഈ നിമിഷം തന്നെ അഭിമാനിക്കുകയാണ് ഏജൻ്റായതിൽ. കാരണം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പോലും 56 വയസ്സായാൽ റിട്ടയർ ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് തുടർന്നും വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇത്രയും ഡെപ്പോസിറ്റർമാരുടെ കുടുംബവുമായിട്ടും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എൻ്റെ പേര് പ്രീജ. ഞാൻ പോസ്റ്റ് ഓഫീസിലെ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ 20 വർഷത്തോളമായി ഞാൻ ഈ RD ഏജൻറ്റുമാർ എൻ്റെ വീട്ടിൽ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു. ആദ്യം 50 രൂപ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്.
അതങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് ഒരു അത്യാവശ്യം പൈസ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ വീട് ആകെ വാർത്തിട്ട പടിയായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ ഒരുവിധം പണികളൊക്കെ കഴിച്ചു. അവിടുന്ന് പിന്നെ ഞാനൊരു 500 രൂപൻ്റെ ചേർന്ന് അങ്ങനെ എനിക്ക് ഒരുപാട് ഈ സമ്പാദ്യം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ കത്തുകളും സ്റ്റാമ്പും ഏറിപ്പോയാൽ പോസ്റ്റ്മാൻ അതുവരെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിലനിൽക്കുന്ന ലഘു സമ്പാദ്യ പദ്ധതിയെക്കുറിച്ച് സമൂഹത്തിൽ ഒരു ഉണർവുണ്ടാക്കാനും അതിനെക്കുറിച്ച് സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉണ്ടാക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കാനും ഒരു കൂട്ടം വനിതകൾ വന്നിരുന്നു. ഇപ്പോഴും അവർ നമ്മൾക്കിടയിൽ വളരെ സുപരിചിതരാണ്. MPKBY ഏജന്റുമാരുടെ മലപ്പുറം ജില്ലാ സംഗമം 2026 മെയ് മാസം മലപ്പുറത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഈ സംഗമത്തിന് തിരൂരങ്ങാടി പോസ്റ്റ് ഓഫീസിൻ്റെ എല്ലാവിധ ആശംസകളും. സാധാരണക്കാരായ ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് നമ്മുടെ MPKBY ഏജന്റുമാർ. അവരുടെ ജില്ലാ സംഗമം മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. നമ്മുടെ പൊതുജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തി വരുന്നതിൽ അവർക്ക് ഗണ്യമായ സ്വാധീനമുണ്ട്. ഈ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വീട്ടമ്മമാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ഫാമിലി ബഡ്ജറ്റിങ്ങിൽ അവഗാഹമുള്ളവരാക്കി തീർക്കുന്നതിനും രാജ്യത്തിൻ്റെ സാർവതോന്മുഖമായ വികസനത്തിനും പ്രതിരോധത്തിനും ആവശ്യമായ സാമ്പത്തിക വിഭവ സമാഹരണം സാധ്യമാക്കുന്നതിനുമായി 1/4/1972 മുതൽ നമ്മുടെ രാജ്യത്ത് പോസ്റ്റ് ഓഫീസ് മുഖേന നടപ്പിലാക്കി വരുന്ന ആവർത്തന നിക്ഷേപ സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ പ്രധാൻ ഖേസ്ത്രീയ ബചത് യോജന അഥവാ MPKBY പദ്ധതി. അരനൂറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക വിഭവ സമാഹരണ രംഗത്ത് ഗണ്യമായ സംഭാവന നൽകി വരുന്ന ഈ ചെറുകിട സമ്പാദ്യ പദ്ധതിയുടെ യഥാർത്ഥ വിജയശില്പികൾ MPKBY ഏജന്റുമാരെന്ന പേരിൽ ആത്മാർത്ഥ സേവനം നടത്തിവരുന്ന സഹോദരിമാരാണെന്നുള്ളത് നിസ്തർക്കവ്യമാണ്. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലും 34 സഹോദരിമാർ MPKBY ഏജന്റുമാരായി ആത്മാർത്ഥ സേവനം നടത്തി വരുന്നുണ്ട്. മെയ് മാസത്തിൽ MPKBY ഏജന്റുമാരുടെ ജില്ലാതല സംഗമം നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. MPKBY ഏജന്റുമാരുടെ സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനും ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏജന്റുമാരുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും മാനസികോല്ലാസത്തിനുമുള്ള ഒരു വേദിയായി ഈ സംഗമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും ചെറു കുടുംബങ്ങളിലും സമ്പാദ്യശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന MPKBY ഏജന്റുമാർ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 34ഓളം പേർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പഞ്ചായത്തിലെ കുടുംബങ്ങളിൽ നിന്നുള്ള
അവരിൽ നിന്നും സമ്പാദ്യം ശേഖരിക്കുക എന്നതിലുപരി ഓരോ കുടുംബത്തെയും ഹരിതഭവനമാക്കി മാറ്റുന്നതിനുള്ള ക്രിയാത്മകമായ നേതൃത്വം കൂടി അവർ വഹിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന MPKBY ഏജൻറ്റുമാരുടെ മലപ്പുറം ജില്ലാ തലത്തിൽ 2026 മെയ് മാസം സംഘടിപ്പിക്കുന്ന സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.